പഞ്ചകർമ്മ ചികിത്സ എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ പറയും. ചില സ്ഥലത്ത് പഞ്ചകർമ്മ ചികിത്സ എന്ന് എഴുതിയേക്കും, ചില സ്ഥലത്ത് അവിടെ ഉഴിച്ചിൽ എന്ന് എഴുതിയേക്കും. ഉഴിച്ചിൽ മനസ്സിലാവുകൊണ്ട് പറഞ്ഞത്, നല്ല നിപുണനായ ഒരാളെ കണ്ടെത്തി ഒരു ഒഴിച്ചിൽ നടത്താൻ പറ്റിയ സമയമാണ് ഏത്? ശീതീകരിച്ച ഒരു സാഹചര്യം ഉള്ള കാലത്ത് അത് നല്ലതാണ്. ഇന്നിപ്പോൾ അതിനൊക്കെ വലിയൊരു പൈസയൊന്നും വേണ്ടല്ലോ. ഒരു സാധാരണ കൂലിക്കാരന് വരെ ചെയ്യാവുന്ന കാര്യമാണ് അതൊക്കെ. കാരണം ഒഴിച്ചിലിനൊക്കെ ഒരു 7 ദിവസം ഒരു 1000 രൂപ കൊടുത്താൽ വൃത്തിയായി ഒഴിഞ്ഞിരുന്ന ആളുകൾ നമ്മളെ നാട്ടിലുണ്ട്. ഇല്ലെങ്കിൽ എന്നോട് പറഞ്ഞ ആളെ പറഞ്ഞുതരാം. മനസ്സിലായില്ല? 1000 രൂപ ഒരു ദിവസത്തെ ഒഴിച്ചിലിന് 1000 രൂപ. 7 ദിവസം ഒരു ഒഴിച്ചിൽ നടത്തിക്കോ 7000 രൂപ. അതൊരു കൂലിക്കാരന് നടക്കൂല്ലേ? ഒന്ന് സൂക്ഷിച്ചു വെച്ചാൽ നടക്കൂല. ആർക്കാ നടക്കാത്ത? ഒരു 7000 രൂപ ചെലവ് വരും. ആ ഒരു വൃത്തിയായി 1.5 മണിക്കൂർ നേരം അവർ പണിയെടുക്കും എൻ്റെ ബോഡിയിൽ. രാവിലെ ഒരു 1.5 മണിക്കൂർ എൻ്റെ ബോഡി പണിയെടുത്തരും. വൃത്തിയായി ഒഴിയും. പാരമ്പര്യ ഒഴിച്ചിലുകാര. അച്ഛൻ്റെ അച്ഛൻ അങ്ങനെ. ഇതിനെ പറ്റുന്ന ഹൈന്ദവ സഹോദരങ്ങളെയും എനിക്കറിയും, മുസ്ലിം സഹോദരങ്ങളെയും എനിക്കറിയും, ക്രൈസ്തവ സഹോദരങ്ങളെയും എനിക്കറിയും. അതിൽ ജാതി മതമല്ല അവിടെ നോക്കേണ്ടത്. നമ്മളെ നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ കരുത്തുള്ള ഒരാൾ കഴിയുന്ന പാരമ്പര്യം. മനസ്സിലാവേണ്ടി പറഞ്ഞപ്പോൾ നല്ല പാരമ്പര്യമുള്ള ആളുകൾ, ഒരു ഹൈന്ദവ ഫാമിലി, എനിക്കറിയുന്ന ഒരു ഹൈന്ദവ ഫാമിലി ഉണ്ട്. നല്ല മനുഷ്യന്മാരാണ് അവർ. നല്ല ഒരു സത്യബോധമുള്ള ഒരു ഹൈന്ദവ സഹോദരങ്ങൾ. അവർ ഒഴിച്ചിലുകാരാണ്. അവർ വൃത്തിയായി ചെയ്തു. അതിനുള്ള ആളെ അവരൊരു ദിവസം എടുക്കും. അതായത് കച്ചവട മനസ്ഥിതിയോട് കൂടുതൽ ആളെടുക്കൂല. മനസ്സിലായില്ല? കൂടുതൽ ആളെ എടുക്കൂല. ഒരു പരിമിതമായ ആളെ അവരെടുക്കൂ. അവര് വൃത്തിയായി ആ കാര്യം ചെയ്തു കൊടുക്കുന്ന ഒരു ഹൈന്ദവ കുടുംബത്തെ എനിക്കറിയും. അതിന് പറ്റിയ ഒരു കാലമാണ് കർക്കിടകം. കർക്കിടകം എന്ന് പറഞ്ഞാൽ കർക്കിടകം തന്നെ ആയിക്കോളുന്നില്ല. അപ്പം മിഥുന മാസത്തിൽ പറ്റും, ഇപ്പോഴും പറ്റും. പേര് കർക്കിടക ചികിത്സ എന്നാണ്, പക്ഷെ ഇപ്പോഴും അത് പറ്റും. ഒഴിച്ചിൽ നല്ല ഒഴിയാൻ കഴിയുന്ന ഒരാളെ കൊണ്ട് ഒഴിച്ചിൽ അത് വലിയ പ്രതിരോധ ശക്തി ശരീരത്തിലുണ്ടാക്കും. ഒരു ഗുണം എന്താണെങ്കിൽ ഇതുകൊണ്ടുണ്ടാവുന്നത് എന്താണ്? ദുർമേധസ് നിന്റെ മൂത്രത്തിലൂടെയും കാഷ്ടത്തിലൂടെയും മറ്റുമൊക്കെ ആയിട്ട് പുറത്തു പോകും. ദുർമേധസ് പുറത്തു പോകും. നല്ല വൃത്തിയായി പാരമ്പര്യമായി ഒഴിയുന്ന ബോധമുള്ള നല്ല ഒരാളെ കൊണ്ട് ഒരു പഞ്ചകർമ്മ ചികിത്സക്ക് നീ വിധേയനായാൽ ആവശ്യമായ ദുർമേധസ് നിന്റെ ബോഡിയിൽ നിന്ന് പോകും. ആവശ്യമായ ദുർമേധസ് പോയാലോ ക്യാൻസർ വരെ ഇല്ലാതെയോ. ദുർമേധസ് അധികരിക്കുന്നതിനാൽ ഉണ്ടാവുന്നതാണ് ക്യാൻസർ. ദുർമേധസ് അധികരിക്കുന്നതിനാൽ ഉണ്ടാവുന്നതാണ് ഷുഗർ. ദുർമേധസ് അധികരിക്കുന്നതിനാൽ ഉണ്ടാവുന്നതാണ് പ്രഷർ. അപ്പൊ ഈ ചികിത്സ എന്തിനു വരെ ഉപകരിക്കും? എന്തിനുപകരിക്കും? ക്യാൻസറിന് വരെ, ക്യാൻസറിനും ഷുഗറിനും ഒക്കെ ഉപകരിക്കും.